ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ബ്രെഡ് വെച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗുലാബ് ജാമുൻ തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് ബ്രെഡാണ്. 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ ചെയ്തെടുക്കണം. ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. പാല് വെച്ചാണ് ഞാനിവിടെ ഇത് കുഴച്ചെടുക്കുന്നത്. 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത്രയും വേണ്ടി വരത്തില്ല. ആവശ്യത്തിനൊഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപാട് കുഴഞ്ഞു പോകാതെ കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. 1/4 കപ്പ് പാല് ഞാൻ എടുത്തു. അത്രയും വേണ്ടി വന്നില്ല. അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഉരുട്ടിയെടുക്കാം. നമ്മുടെ കയ്യിലൊന്ന് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ തടവിയതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഉരുട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. ഇതേപോലെ എല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 9 ബോൾസ് കിട്ടിയിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ അകത്തോട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്